വഖഫുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അത് കൃത്യമായ ഒരു ഒരു പെർമനൻ്റ് ഡെഡിക്കേഷനായി വരുമ്പോൾ തിരിച്ചായി മാറാൻ പറ്റാത്ത, അതായത് ശാശ്വതമല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും നിബന്ധന വന്നാൽ, കണ്ടീഷനിലായാൽ അത് വഖഫാവുകയും ചെയ്യുന്നില്ല എന്നത് നമ്മൾ കാണേണ്ട ഒന്നാണ്. ഞാനത് പറയാൻ കാരണം, നമ്മുടെ കർമ്മശാസ്ത്രം, പ്രത്യേകിച്ച് കേരളത്തിൽ ഷാഫി മദ്ഹബിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ മുസ്ലിങ്ങളും ആ രീതിയിലാണ് എന്നതോടൊപ്പം തന്നെ എല്ലാ മദ്ഹബുകളിലും തന്നെ വ്യത്യസ്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് ഒരു നിബന്ധന വച്ചാൽ, ഇപ്പോൾ ലൗ വഖഫ ബി ഷർത്തിൽ ഖിയാരി ബത്തല എന്നാണ് ഏറ്റവും പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്ന മിൻഹാജ്, ഇമാം നബവിയുടെ മിൻഹാജ് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം, ഒരാൾ വഖഫ് ചെയ്തത് ബി ഷർത്തിൽ ഖിയാരി ഒരു പ്രത്യേകമായ രീതിയിൽ തിരിച്ചു ആ വഖഫിൻ്റെ സ്വത്ത് തിരിച്ചെടുക്കാമെന്നോ അല്ലെങ്കിൽ അത് ഇന്ന ഓപ്ഷൻ വെച്ച് അത് തിരിച്ച് വേറെന്തെങ്കിലും ആക്കി മാറ്റാൻ പറ്റുമെന്നോ വരുന്ന രീതിയിലൊരു നിബന്ധന വെച്ചുകൊണ്ടാണ് ഒരാൾ വഖഫ് ചെയ്യുന്നതെങ്കിൽ ബത്തല, അത് വോയിഡാണ്, അഥവാ അത് ബാത്തിലാണ് എന്ന് തന്നെ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി തൻ്റെ തുഹ്ഫയിൽ അതിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ തന്നെ പറയുന്നത്, വലു വഖഫ ഷൈഅൻ ബി ഷർത്തിൽ ഖിയാരി ലഹു ഔ ലി ഗൈരിഹി ഫി റുജൂഇ ഫീഹി, മടക്കിയെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ മടക്കി കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിലൊരു നിബന്ധന വച്ചുകൊണ്ട്, ഖിയാർ നിബന്ധന വച്ചുകൊണ്ട് ഒരാൾ വഖഫ് ചെയ്താൽ, ഔ ഫി ബൈഇഹി, അല്ലെങ്കിൽ അതിനെ വിൽപ്പന ചെയ്യാൻ പറ്റും എന്ന നിബന്ധനയിൽ ഒരാൾ വഖഫ് ചെയ്താൽ, ഫി തഗ്യീരി ഷൈഇൻ മിൻഹു, ആ വഖഫുമായി ബന്ധപ്പെട്ട വസ്തുവിനെ മറ്റൊരു മാറ്റത്തിന് വിധേയമാക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ, ബി വസ്ഫിൻ ഔ സിയാദത്തിൻ ഔ നഖ്സിൻ, അതിൻ്റെ ആ വഖഫ് സ്വത്തിനെ ചുരുക്കലോ അല്ലെങ്കിൽ അതിൽ വേറെന്തെങ്കിലും പ്രത്യേകിച്ച് കൂട്ടലോ അതിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാൻ നിബന്ധന ചെയ്താൽ, ഔ നഹവി ദാലിക, അതല്ലാത്ത മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിബന്ധന ചെയ്താൽ, ബത്തലൽ വഖഫു അല സ്വഹീഹി, അത് സ്വഹീഹായ അഭിപ്രായപ്രകാരം അത് വഖഫ് അല്ല, അത് വഖഫ് ബാത്തിലായതാണ് എന്ന്, അത് വോയിഡാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. ലിമാ മറ അന്നഹു കൽ ബൈഇ വൽ ഹിബത്തി, അത് ഹിബത്ത് ബൈ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ, അതെല്ലാം അങ്ങനെ ചെയ്താൽ ഹിബത്താകാനോ ബൈ ആകാനോ പാടില്ലാത്തതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഖിയാർ നിബന്ധന വച്ചാൽ ആ നിബന്ധന വഖഫിലുണ്ടാവുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം, പലപ്പോഴും വഖഫ് എന്ന് പറയുന്നത് ആളുകൾ ചെയ്യുന്നത് പോലും ഇങ്ങനെയുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ അത് വഖഫാകാതെ പോകുന്നു. ചിലപ്പോൾ അതുപോലെ വഖഫ്തു, ഞാൻ വഖഫ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ അത് മുഖേനയും വഖഫ് ഉണ്ടാകുന്നില്ല. കാരണം വഖഫിൽ നിബന്ധന വെക്കുന്നത് അത് ആർക്ക്, എങ്ങനെ, അതോടൊപ്പം തന്നെ ഏത് സ്വത്തിന്, ഏത് രീതിയിൽ എന്നതിനൊക്കെ തന്നെ അവിടെ മെൻഷൻ ചെയ്യേണ്ടി വരുന്നു. അതെല്ലാം നിബന്ധനയാക്കിയിട്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയ സംബന്ധമായി പറയുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങളിൽ പെർമനൻസി എന്ന് പറയുന്നത്, അതായത് ശാശ്വതമായിട്ട് വരേണ്ടത് അങ്ങനെ അല്ലാതെ പോയാൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആ വിഷയങ്ങൾ അങ്ങനെ പഠിക്കേണ്ടി വരുന്നു. ഇത് ഞാൻ ഇങ്ങനെയും കൂടി സൂചിപ്പിക്കാൻ കാരണം, ഇപ്പോൾ തന്നെ ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചർച്ചകളിലൊക്കെ തന്നെ കുറച്ചുകൂടി അവധാനതയോടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ നോക്കുമ്പോൾ, അവിടെ നമ്മുടെ മുസ്ലിം നേതൃത്വം ചെയ്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, ആ തീരുമാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയുള്ള ഫറൂഖ് കോളേജിൻ്റേതായ അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വസ്തുതാപരമായി കുറേ കൂടി പഠിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ കൂടി, അങ്ങനെയുള്ള ആ സ്വത്തിൽ താമസിക്കുന്ന ആളുകളെ, ആ സഹോദരന്മാരെ അവിടെ നിന്ന് കുടിയിറക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ടാക്സേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്തുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതികളില്ലാത്ത ഒരു പരിഹാരം, രമ്യമായ പരിഹാരം, വസ്തുതാപരമായും നിയമപരമായും നൽകേണ്ട പരിഹാരം വേണമെന്ന് ഏറ്റവും നന്നായി പറഞ്ഞ ഒരു സമൂഹമാണ് മുസ്ലിം നേതൃത്വം എന്നുകൂടി നമ്മളവിടെ വായിക്കേണ്ടതുണ്ട്. അവിടെയെല്ലാം നിബന്ധനകൾ എന്നതിനെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഞാനതിനെക്കുറിച്ച് അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ എന്നത് കാരണം, അതുമായൊക്കെ ബന്ധപ്പെട്ട് പറയേണ്ടവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് എന്നും കൂടി മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പാഠം ഇത്തരം വിവാദങ്ങളിലൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം വഖഫ് എങ്ങനെയായിരിക്കണം, വഖഫ് ഏത് രീതിയിലാകണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചില വിവാദങ്ങൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരം അത് സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെയും അത് കൂടുതൽ പ്രധാനമാണ്.